അമ്പൂരി കരിപ്പയാറിന് കുറുകെ നിർമ്മാണം പൂർത്തിയായ കുമ്പിച്ചക്കടവ് പാലം കാണാൻ ജനത്തിരക്കേറുകയാണ്. അഗസ്ത്യ മലനിരകൾക്ക് താഴ്വാരത്താണ് അതിമനോഹരമായ കരിപ്പയാർ. 11 ആദിവാസി ഉന്നതികളിലെ 100 കണക്കിന് പേർക്കാണ് പാലം പുറം ലോകത്തേക്കുള്ള വഴി തുറക്കുന്നത്. 24 കോടി രൂപ ചെലവഴിച്ച് കിഫ്ബിയാണ് പാലത്തിന്റെ നിർമ്മാണം നടത്തിയത്. ഒരു പാലം ഒരു നാടിന്റെ വികസനത്തിന് ജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് എത്രത്തോളം ശക്തി നൽകും, എത്രത്തോളം ഗതിവേഗം നൽകുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ കുമ്പിച്ചൽ കടവ് പാലം. നാടുമായി പൂർണ്ണമായും ബന്ധം വിച്ഛേദിക്കപ്പെട്ട് കിടന്നിരുന്ന, ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ഒരു പ്രദേശത്തെ അവർക്ക് പുതിയ സ്വപ്നങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾക്ക് പുതിയ വേഗം നൽകുന്ന ഒരു പാലമാണ്. 11 മീറ്റർ വീതിയുള്ള ഒരു പാലം. ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിൽ ഡാം റിസർവോയറുകൾക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ പാലമാണ് ഈ കുമ്പിച്ചൽ കടവ് പാലം. നെയ്യാർ ഡാം വന്നതോടുകൂടിയാണ് ഈ പ്രദേശത്തെ നാട്ടുകാർ പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പാണ് നെയ്യാറിൽ ഡാം വരുന്നത്. അതോടുകൂടിയാണ് ഈ അമ്പൂരിയിൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾ, ഒരു വലിയ പ്രദേശത്തെ ജനങ്ങൾ പൂർണ്ണമായും അക്കരയ്ക്ക് ഒരു വെള്ളം വരുന്ന പ്രദേശത്തിന്റെ അക്കരയ്ക്ക് പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. നെയ്യാർ ജലാശയം ജനങ്ങളെ പൂർണ്ണമായും അവരെ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു. അതിനൊരു പരിഹാരമാണ് ഈ കുമ്പിച്ചൽ കടവ് പാലം എന്നുള്ളത്. കരിപ്പയാറിന്റെ മറുകരയിലുള്ള, അതായത് കരിപ്പയാറാണ് ഈ നമ്മൾ ഇവിടെ കാണുന്നത്, കരിപ്പയാറാണ്. ഈ കരിപ്പയാറിന്റെ മറുകരയിലുള്ള ആദിവാസി ഊരുകൾ തൊടുമലയും കാരിക്കുഴിയും ശംഖുംകോണവും കൈപ്പാൻവിളയും കൊമ്പൈക്കാണിയും കുന്നത്തുമലയും തുടങ്ങി 11ഓളം ആദിവാസി ഊരുകളിലെ 1700-ലധികം കുടുംബങ്ങൾ കാലങ്ങളായി അവർക്ക് ഈ നാടുമായുള്ള, നഗരവുമായുള്ള ബന്ധം തോണികളായിരുന്നു, വഞ്ചികളായിരുന്നു. ആ വഞ്ചിയിലേറി നമ്മൾ പലതവണ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനൊക്കെ വരുമ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു പെട്ടെന്നൊരു അസുഖമുണ്ടായാൽ അവർ ഏക ആശ്രയം വഞ്ചികളാണ്, തോണികളാണ്. അത് തോണിക്കാരൻ പണിമുടക്കിയാൽ, തോണിക്കാരനെ കിട്ടാതെ പോയാലൊക്കെ അവരുടെ ജീവിതം വലിയ ദുഃഖത്തിലാകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതിനുള്ള പരിഹാരമാണ് ഈ 11ഓളം ഊരുകളെ, ആദിവാസി ഊരുകളെ, ഉന്നതികളെ നാടുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലം. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. വലിയ ഒരു ആറിന് കുറുകെയുള്ള ഡാം റിസർവോയറാണ് ഇവിടെ. അതിന് കുറുകെയുള്ള സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു പാലമായി ഇത് മാറുകയാണ്. 36.25 മീറ്റർ വീതം അകലത്തിലുള്ള 7 സ്പാനുകളിലായി 253.4 മീറ്റർ നീളത്തിലാണ് ഈ പാലം ഒരുങ്ങുന്നത്. വളരെ വലിയ സങ്കീർണമായ കടമ്പകൾ കടന്നുള്ള ഒരു പാലം നിർമ്മാണമാണ് ഇവിടെ പൂർത്തിയാകുന്നത്. ഡയറക്റ്റ് മഡ് സർക്കുലേഷൻ എന്ന നൂതന പൈലിംഗ് രീതി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ജലാശയത്തിനുള്ളിൽ 15 മീറ്റർ അധികം ആഴത്തിൽ വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലോട്ടിംഗ് ബാർജിന്റെ സഹായത്തോടെയായിരുന്നു ഇതിന്റെ പൈലിംഗ് ഒക്കെ പൂർത്തിയാക്കിയത്. അങ്ങനെ സാങ്കേതിക വിദ്യയുടെ വലിയ സഹായത്തോടുകൂടി 8 ലൊക്കേഷനുകളിൽ 48 പൈലുകൾ പണിതീർത്ത് നിർമ്മാണ മികവിന്റെ കൂടി ഒരു അടയാളമായി ഈ പാലം മാറുകയാണ്. ഭൂനിരപ്പിൽ നിന്ന് 12.5 മീറ്റർ ഉയരത്തിൽ പാലം നിർമ്മിച്ചതിനാൽ തന്നെ നെയ്യാർ ഡാമിൽ നിന്ന് വിനോദസഞ്ചാരികളും എന്ന ബോട്ടുകൾക്ക് പാലത്തിനടിയിലൂടെ തടസ്സമില്ലാതെ അതൊരു ടൂറിസ്റ്റ് സ്പോട്ടായി കൂടി മാറുകയാണ്. അതായത് ഇപ്പോൾ തന്നെ ഈ പാലം കാണാൻ ഉദ്ഘാടനം അടുത്ത ദിവസങ്ങളിൽ മാത്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പാലം നാടിനെ സമർപ്പിക്കും. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇപ്പോൾ ഈ നമുക്ക് ദൃശ്യങ്ങളിലുള്ളതുപോലെ വലിയ ആൾക്കൂട്ടം, ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയായി മാറുകയാണ്. മായവും അമ്പൂരിയും ഒക്കെ മനോഹരമായ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അത് കാണാൻ നേരത്തെയും നിരവധി ആളുകൾ എത്തിയപ്പോൾ പാലം കൂടി വന്നതോടുകൂടി ഇത് അക്ഷരാർത്ഥത്തിൽ ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിരിക്കുന്നു. പാലം അടിപൊളിയാണ്, സൂപ്പറാണ്. എല്ലാരും ഇപ്പൊ ഇത് വച്ചതിന് ശേഷം ഇപ്പൊ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അടിപൊളിയാണ്. നേരത്തെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ 1 മാസം മുന്നേ വന്നപ്പോൾ പണി പൂർത്തിയായിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ പൂർത്തിയായെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അടിപൊളിയാണ്, സൂപ്പറാണ്, ഇനിയും വരും. നേരത്തെ ഇവിടെ ആൾക്കാർക്കൊന്നും പോകാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും ഏത് സമയത്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം, എല്ലാം ഓക്കെയാണ്. ഇവിടെ ഈ പാലം തുറന്നു കൊടുക്കുന്നതോടുകൂടി ഈ ആദിവാസികളുള്ള ആളുകൾക്ക് നേരത്തെയുള്ള പൂച്ചമുക്കിലും അതുപോലെ തന്നെ അമ്പൂരിലുമൊക്കെ എത്തി ബസ് കയറുന്നത് കുറയ്ക്കാം. ഈ റോഡിന്റെ നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്ത്, ഇതിന്റെ അവസാനത്തേക്ക്, ഈ ഭാഗത്തേക്ക് KSRTC ബസ്സുകൾ വരും. ഉദ്ഘാടന ദിവസം 4 ബസ്സുകൾ ഇവിടെ അതിനായി ഒരുക്കുന്നുണ്ട്. വലിയ ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട്, MLAയുടെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് ഇവിടെ ബസ് സർവീസും ഈ പാലത്തിന് കുറുകെ ആദിവാസി ഊരുകളിലേക്ക്, ഉന്നതികളിലേക്ക് ആളുകൾക്ക് നേരിട്ടെത്താനുള്ള സൗകര്യം KSRTCയും ഒരുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് MLA പറഞ്ഞിരിക്കുന്നത് വെള്ളറട, നെയ്യാറ്റിൻകര, പാറശാല, കളിയിക്കവള
തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അപ്പോൾ കാട്ടാക്കടയിൽ നിന്ന് നമുക്കൊരു സർവീസുണ്ട്, വെള്ളറടയിൽ നിന്ന് 3 സർവീസുണ്ട്. എവിടെ വരെ ഈ പാലം ക്രോസ് ചെയ്ത് അവിടുന്ന്, അതായത് കുമ്പിച്ചക്കടവ് എന്നുള്ള ബോർഡ് വെച്ചിട്ട് നമ്മൾ വന്നിട്ട് ഇവിടുന്ന് മണ്ഡപത്തിൻകടവ് വഴി കാട്ടാക്കട തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഈ നാട്ടുകാർക്ക്, ഇവിടുത്തെ ജനങ്ങൾക്ക്, ഈ ഊരിലുള്ളവർക്ക്, അമ്പൂരിലുള്ള ജനങ്ങൾക്കൊക്കെ വളരെ ആശ്വാസവും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പാലത്തിന്റെ നിർമ്മാണമാണ് അവസാന മിനുക്കുപണികളിലേക്ക് കടക്കുന്നത്. മുഖ്യമന്ത്രി പാലം നാടിന് സമർപ്പിക്കുന്നതോടുകൂടി വലിയ സ്വപ്നം, ഒരു ദേശത്തിന്റെ ആകെ 50 വർഷത്തിലേറെയുള്ള ഒരു പ്രദേശത്തിന്റെ ആകെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് ഈ നാട്ടുകാർ. MLA തന്നെ നേരിട്ടറിയാം ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ, അത് തന്നെയാണ് MLA എന്ന് പറയുകയും അതുപോലെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഈ പാലം വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മരണങ്ങൾ, സമയത്ത് ഹോസ്പിറ്റലിലത്തെ മരണങ്ങൾ, വാഹനങ്ങളിൽ പ്രസവിക്കുന്ന സ്ത്രീകൾ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം MLA എന്നുള്ളതിലേക്ക് പുള്ളി നേരിൽ നിന്ന് നമ്മളെ സഹായിക്കുന്ന രീതി, അല്ലെങ്കിൽ സമൂഹത്തിന് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന രീതിയിലേക്കാണ് MLA നമ്മളെ സഹായിച്ചിട്ടുള്ളത്. അത് ഇവിടുത്തെ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല. മനോഹരമായൊരു ഭൂപ്രദേശമാണ് അമ്പൂരി. കേരളത്തിന്റെ മലയോര മേഖല ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്ന്. അതിനൊപ്പം തന്നെയാണ് മായംകടവും ഈ കുമ്പിച്ചൽ കടവും ഒക്കെ. അവിടെ ഇപ്പോൾ ഒരു പാലം കൂടി വരുന്നതോടുകൂടി അതിന്റെ ടൂറിസം സ്വപ്നങ്ങൾക്ക് കൂടി പുതിയ ഗതിവേഗം വരും, പുതിയ ചിറകുകൾ മുളയ്ക്കും. അതിനൊപ്പം ഈ നാട്ടുകാരുടെ ഈ ഇതിന് അപ്പുറത്തുള്ള അക്കരെയുള്ള ഊരുകളിലെ നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നങ്ങൾക്ക് കൂടി, അവരുടെ ആശങ്കകൾ കൂടി വിരാമമാവുകയാണ്. സ്വപ്നങ്ങൾ അവർക്ക് അവരുടെ ജീവിതത്തിന് പുതിയ വേഗം നൽകുന്ന ഒരു പാലമാണ് അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. കുമ്പിച്ചിൽ കടവ് പാലത്തിൽ നിന്നും അരുൺ പാലോടിനൊപ്പം VV അരുൺ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.